ഞാൻ മാളയിൽ നിന്ന് വരുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആഴമിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്ര നാളുകൾ കൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ പല വാക്കുകളും വ്യത്യസ്ത വാചകങ്ങളും തെറ്റുകൂടാതെ എഴുതാനും വായിക്കാനും പഠിച്ചു. ഇന്ന് നമുക്ക് ഒരു യാത്രയെക്കുറിച്ച് കുറച്ച് വാചകങ്ങൾ തെറ്റുകൂടാതെ എങ്ങനെ പറയാമെന്ന് നോക്കാം. ഇത്ര വേഗം വാചകങ്ങൾ കൂട്ടിയിണക്കി പറയുവാൻ സാധിക്കുമോ? അതും ഇത്ര നാളും നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ വാചകങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഒട്ടും പേടിക്കണ്ട. സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചിട്ട് ഞാൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾ ആദ്യം കാണുക. കണ്ടിട്ടില്ലാത്തവർ, കണ്ടവരായാലും ഒന്നുകൂടെ കണ്ട് അതൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കുക. എന്നിട്ട് ഈ വീഡിയോ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് വാചകങ്ങൾ അടുപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ തംബ്നെയിൽ എല്ലാവരും കണ്ടിരിക്കുമല്ലോ അല്ലേ? അതിൽ കൊടുത്തിട്ടുള്ള പോലെ ഇന്ന് ഞാൻ നിങ്ങൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം യാത്രയാണ്. ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണമുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ മലക്കപ്പാറ വരെ ഒരു ചെറിയ ട്രിപ്പ് പോയിരുന്നു. നമ്മുടെ ആനവണ്ടിയിലാണ് ഉല്ലാസയാത്രയ്ക്ക് പോയത്. ആദ്യം ട്രാൻസ്പോർട്ട് ബസ്സിലെ യാത്ര എന്ന് കേട്ടപ്പോൾ ഞാൻ ഒന്നും മടിച്ചു കേട്ടോ. കാരണം ഒരു രസം ഉണ്ടായിരിക്കില്ല ആ യാത്ര എന്നാണ് ഞാൻ കരുതിയത്. ആനവണ്ടിയല്ലേ, എന്ത് ഉല്ലാസം എന്ന് തോന്നി. എന്നാലും അടുക്കള വണ്ടിയിൽ നിന്ന് ഒരു ഒഴിവ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ വേഗം ഏത് വണ്ടിയാലും കുഴപ്പമില്ല, ഒരു യാത്ര അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ 3 നവംബറിന് ബുക്ക് ചെയ്തിരുന്ന പ്രകാരം ഞങ്ങളൊരു യാത്ര പോയി കേട്ടോ. യാത്രയെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം അതിൻ്റെയൊക്കെ കുറച്ച് പിക്സ് ഞാനിതിൽ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നുണ്ട്. ഓക്കെ, അതൊക്കെ കാണുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊരു യാത്ര ചെയ്യുകയാണെന്ന് വിചാരിച്ചിട്ട് വേണം അത് ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ ചെറിയ വാചകങ്ങൾ നമ്മൾ പറയേണ്ട ആവശ്യമുള്ളൂ. ഇത് മുഴുവനൊന്നും പറയണ്ട. അപ്പോൾ പഠിക്കുകയല്ലേ, ബേസിക്സ് അല്ലേ, തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ഇതിന് നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആ ഐഡിയ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ സ്വന്തം വാചകങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. ഇത് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇംഗ്ലീഷിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഞാൻ ആ യാത്രയെക്കുറിച്ച് ചെറുതായിട്ടൊരു വിവരണം തരാം കേട്ടോ. അന്ന് ഞങ്ങൾ ചാലക്കുടിയിൽ നിന്നാണ് യാത്ര പോയത്. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയ്ക്ക്. അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ 2 സീറ്റ് ഞങ്ങൾക്കായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യം 8 മണിക്ക് യാത്ര തുടങ്ങി കേട്ടോ. യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെ എല്ലാവരെയും ആദ്യം എതിരേറ്റത് അന്നത്തെ ആ ബസ്സിലെ കോർഡിനേറ്ററായിരുന്ന ശ്രീ ഉണ്ണികൃഷ്ണൻ്റെ ജീവസുറ്റ വാക്കുകളായിരുന്നു. അതിൽ കുറച്ച് നിങ്ങൾക്ക് കേൾക്കാട്ടോ. അതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു വൈബ് അവസാനം വരെ നിലനിർത്തണം. ഇപ്പൊ ആരെങ്കിലുമൊക്കെ ഫോണിൽ നോക്കിയിരിക്കണ്ടെങ്കിലും കുഴപ്പമില്ല, അതിരപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് ഉണ്ടാവില്ല. നിങ്ങളിത് കേട്ടല്ലോ, കുറച്ചാണ് കേട്ടത്. ഞങ്ങളെ അദ്ദേഹം വളരെയധികം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. യാത്രയിലുടനീളം എല്ലാവരോടും സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ മാളയിൽ നിന്ന് വരുന്നു. അന്യോന്യം പരിചയപ്പെട്ട് ഒന്നിച്ച് എല്ലാവരും കൂടെ കളിച്ചിരി. യാത്ര പോയപ്പോ 3 മുക്കുരുത്തി 2 ചെല്ലുമല്ലി. വളരെ രസത്തോടെ തന്നെ മലക്കപ്പാറ എത്തിയെന്നുള്ള അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്ര രസകരമായിരുന്നു അന്നത്തെ യാത്ര. ആനവണ്ടിയാണ് എന്ന് പോലും തോന്നിയിട്ടില്ല എന്നതാണ് സത്യം പറഞ്ഞിരുന്നില്ല. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത്. ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മാനസികോല്ലാസത്തിന് ഒരു യാത്ര പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ആനവണ്ടികളിലും പോകാം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ബോറടിക്കില്ല, ഒന്നാമത്തെ കാര്യം.
ഞങ്ങൾ എങ്ങനെയാണ് പോയതെന്ന് നോക്കാം. ചാലക്കുടിയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് വെറ്റിലപ്പാറയിൽ ബ്രേക്ക്ഫാസ്റ്റിന് നിർത്തിയിട്ടോ. പിന്നെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അതിരപ്പള്ളി, വാഴച്ചാൽ, ചാട്ട്പാ വെള്ളച്ചാട്ടം, പിന്നെ മലക്കപ്പാറ, തേയിലത്തോട്ടം, ഷോളയാർ ഡാം തുടങ്ങിയവയൊക്കെ കണ്ട് രാത്രി 8 മണിയോടെ ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ തിരിച്ചെത്തി. പിന്നെ വഴിയിൽ കാട്ടാനയെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. റോഡിലല്ല കേട്ടോ, ദൂരെ താഴെ വണ്ടി നിർത്തി കുറച്ച് നേരം ഞങ്ങൾ അവയെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല, ഫ്ലാഷ് ലൈറ്റ് ഒന്നും ഇല്ലാതെ വേണം ഫോട്ടോ എടുക്കാനെന്ന് കോർഡിനേറ്റർ ഓണിപ്പിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിന് വളരെയധികം സന്തോഷം പകർന്നു തന്ന സാധാരണക്കാരുടെ വരുമാനത്തിൽ ഒരു യാത്ര സമ്മാനിച്ച KSRTCക്കും കോർഡിനേറ്റർക്കും ഡ്രൈവർക്കും എല്ലാവർക്കും എൻ്റേതായ രീതിയിൽ വീണ്ടും അഭിനന്ദനങ്ങൾ നേരുന്നു കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. മാത്രമല്ല ഇത് മുഴുവൻ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ് തുടങ്ങിയ വീഡിയോസ് ഒന്നുകൂടി കണ്ടതിന് ശേഷം ഇത് കാണാം കേട്ടോ. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ ഞാൻ ചുരുക്കി യാത്രയെക്കുറിച്ച് കുറച്ച് വാചകങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസ് ഒന്നും ഇല്ലാതെ ചെറിയ രീതിയിൽ ബേസിക് ലെവലിൽ നമുക്ക് എങ്ങനെ എഴുതി തുടങ്ങാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. കഴിഞ്ഞു പോയ കാര്യങ്ങൾ സബ്ജക്റ്റും വേർബിൻ്റെ പാസ്റ്റ് ഫോമും ഉപയോഗിച്ച് തെറ്റുകൂടാതെ ചുരുക്കി പറയുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും സ്വയം ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതിന് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് കുറച്ച് വാക്കുകളാണ്. ഞാനത് ടെൻസിൻ്റെ ക്ലാസ്സുകളിലേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. We planned a trip to Malakapara. Father booked tickets for the same. We started our journey on 3rd November. We took breakfast from a restaurant at Vetlapara. We reached Adirapalli at around 9 am. We spent 1 hour there. We watched waterfalls. So nice. I saw few shops. The younger brother bought a cap. I bought a hat. Mother bought a handbag. Then we went to Vaishal. What a wonderful place. I liked it very much. The place was very neat and clean. അപ്പോൾ ബേസിക് ലെവലിലാണ് പറയുന്നത്, ആണ് അത്ര സിമ്പിളായിട്ടുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നത്. After half an hour, we started our journey to Malakapara. On the way, we saw elephants. The college students in the bus entertained us by dancing. We reached Malakapara at around 2 p.m. We took lunch from there. Then we visited Tea Estate and went to Sholaya Dam. It was already nearly 4 o'clock. Then we returned to Chalakudy and reached our destination at around 8 p.m. Thus, we enjoyed the whole day. Thank you. വളരെ ലളിതമായ രീതിയിലാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഞാൻ ഈ വിവരണം നിങ്ങൾക്കു നൽകിയിരിക്കുന്നത്. നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ ഇതുപോലെ പറയുവാൻ പഠിക്കുക, അതിനായി പരിശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.